മുഖ്യമന്ത്രി വെച്ച ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളും ഫ്ലക്സ് യുദ്ധവും നടക്കുന്നത് KPCCയുടെ സർക്കുലർ ലംഘിച്ച് വിവാദങ്ങൾക്കിടവരുന്ന യാതൊരു നടപടിയും ഉണ്ടാവരുത് എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സർക്കുലറാണ് ലംഘിച്ചത്. വിഷയത്തിൽ ഹൈക്കമാൻഡും കടുത്ത അതൃപ്തിയുണ്ട്. അതിനിടെ കോൺഗ്രസ് നേതാക്കളായ ശക്തൻ MJ സബാസ് എന്നിവർ VD സതീശന്റെ ഔദ്യോഗിക അവസ്ഥയിലെത്തി. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് തന്നെ കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ KPCCയുടെ സർക്കുലറിന് അത് ലംഘിച്ചു എന്ന് പറയുന്നതിന് വല്ല കഥയുണ്ടോ അലക്സ്? അശ്വി, ഒരു കഥയുമില്ല എന്നുള്ളതാണ് കാര്യം. അതായത് നിലവിൽ ഇത്തരം അവസ്ഥ, അതായത് ഓരോ നേതാക്കൾക്ക് വേണ്ടിയുള്ള വടംവലി സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഹൈക്കമാൻഡിനും KPCCക്കും അറിയാം. തെരഞ്ഞെടുപ്പ് വിധി വരുന്നതിന് മുമ്പ് തന്നെ, അതായത് 3-ാം തീയതി തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പോലീസ് കേസുകളിലേക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നു. രണ്ടാം ഭാഗം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ പറയുന്നത് വിവാദങ്ങൾക്കിടവരുന്ന യാതൊരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്, ഉചിതമായ നടപടി KPCCയും ഹൈക്കമാൻഡും ചേർന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സർക്കുലറാണ് നൽകിയത്. പക്ഷേ ആ സർക്കുലർ കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സർക്കുലർ തങ്ങൾക്ക് ബാധകമേ അല്ല എന്ന തരത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങിങ്ങ് നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവർ പ്രകടനം നടത്തുന്നുണ്ട്. VD സതീശനായി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെ പ്രകടനം നടത്തുന്നുണ്ട്. ഫ്ലെക്സ് യുദ്ധം അങ്ങേയറ്റം മുറുകിയ അവസ്ഥയിലാണ്. ഇനി ഈ മണിക്കൂറുകൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് കാത്തിരുന്നു കാണാം. അത് ഡൽഹി വരെ ഒരുപക്ഷെ ഈ ഓരോ നേതാക്കൾക്ക് വേണ്ടിയുള്ള മുറവിളിയും പ്രകടനവും ഫ്ലെക്സ് യുദ്ധവും പോസ്റ്റർ യുദ്ധവും ഒക്കെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഹൈക്കമാൻഡിന് ഇതിൽ പൂർണ്ണ അതൃപ്തിയുണ്ട്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്ന നിലപാട്, അതായത് ഈ കോൺഗ്രസിന്റെ വിജയത്തിന് ശേഷം എന്തൊക്കെ നടപടികൾ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ധാരണയിലെത്തിയിരുന്നു. അതിൽ പ്രകാരമാണ് ACC നിരീക്ഷകർ ഇവിടേക്ക് എത്തുന്നതും തുടർ നടപടികളും പോയത്. ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നേതാക്കൾ അവിടേക്ക് പോകാനിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരുന്നത്, ഈ ഓരോ നേതാക്കൾക്ക് വേണ്ടിയും തെരുവിലിറങ്ങുന്നത് അനുവദിക്കാനാകില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് മുഴുവൻ കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും കന്റോൺമെന്റ് ഹൌസിൽ തുടരുന്നുണ്ട്. അവർ ഈ ഹൈക്കമാൻഡിൽ നിന്നുള്ള വിളിക്ക് വേണ്ടിയാണ് തുടരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. നാളെ ആയിരിക്കും MLA-മാരുടെ പിന്തുണ അതൊരു ഒരു പരമമായ സീക്രട്ടാണ് എന്നാണല്ലോ പറയുന്നത്. അത് എന്തോ വലിയ രഹസ്യമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ രഹസ്യ രേഖ ഒരു കവറിലിട്ട് കൊണ്ടുപോകാനുള്ള ഇതുപോലും കാണിക്കാത്ത ഹൈക്കമാൻഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ KPCC സർക്കുലറിനെ പറ്റിയൊക്കെ പറയുന്നത്. ആരോട് പറയാം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.